പ്രിയമുള്ളവരെ, സ്നേഹവന്ദനം. മണിപ്പൂരിൽ അവിടുത്തെ തീ ഇതുവരെ അണഞ്ഞിട്ടില്ല എന്നുള്ള ഖേദകരമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. അടുത്ത സമയത്താണ് അവിടുത്തെ 3 പ്രഗത്ഭരായിട്ടുള്ള പാസ്റ്റേഴ്സിനെ ഒരു പറ്റം അധാർമികർ വന്ന് കൊന്നത്. അവരാരാണെന്നുള്ളത്, ആരൊക്കെയാണ് ആ കൊലപാതകത്തിന്റെ കൂട്ടുകാർ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെ പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരണം എന്ന് കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഞാൻ ആ പ്രദേശത്തെ പല സന്ദർഭത്തിൽ പോവുകയും അവിടെ നടന്നിട്ടുള്ള ആ ഭീകര അന്തരീക്ഷങ്ങളെ കുറിച്ച് ലോകത്തോട് കൃത്യമായിട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്തു. അതെന്റെ സ്നേഹിതന്മാരായ കാസ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തികച്ചും പ്രയാസകരമായി തോന്നുകയും അവരെന്നെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പലയിടങ്ങളിൽ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തുടർന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 3 വർഷമായിട്ടും അവിടെ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരുവാൻ നമ്മുടെ പ്രധാനമന്ത്രിജിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ജനതയെ വീണ്ടും വീണ്ടും കൊലപാതകത്തിലേക്കും അതുപോലെ അക്രമാസക്തരാക്കി നയിക്കുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ വിശദമായിട്ട് പറയട്ടെ. ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടെ മാത്രമല്ല ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ കുളിർമയാർന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കൂടുതൽ ആളുകളും തന്നെ ഹെഡ് ഹണ്ടേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ തല കൊയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പ്രത്യേകിച്ച് നാഗന്മാരൊക്കെ തലകൊയ്ത്തുകാരായിരുന്നു. പണ്ടത്തെ കാലത്ത് അവർക്ക്, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-150 വർഷം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അന്ന് അമ്പും വില്ലും ഉപയോഗിച്ച് അവർ ആളുകളെ കൊല്ലുകയും അവരുടെ തല വെട്ടിക്കൊണ്ടുവന്ന് വീടിന്റെ, അവരുടെ ചെറിയ ചെറിയ കൂരകളെ പോലുള്ള വീടുകളാണ്, അവിടെ കൊണ്ടുവന്ന് തലയൊട്ടികൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ തലയൊട്ടിയുള്ളവനായിരിക്കും ആ പ്രദേശത്തെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിളുമായിട്ട് വില്യം ബാർട്ടിക്സൊക്കെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ ചെല്ലുകയും അവരെ സുവിശേഷം അറിയിക്കുകയും അങ്ങനെ ആ ജനങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരികയൊക്കെ ഉണ്ടായത്. വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് അവർക്കൊക്കെ വളരെ വിശ്വാസമുണ്ടാകുവാൻ കാരണം അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ, തലമുറകൾ കഴിഞ്ഞപ്പോൾ അവരെ ദൈവവചനത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു. വീണ്ടും കലാപങ്ങളും അതേപോലെ തന്നെ പണത്തിന് പിന്നാലെയും രാഷ്ട്രീയത്തിന്റെ പിന്നാലെയും ഒക്കെ പോയി അങ്ങനെ അവര് വീണ്ടും അധപതനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതും സങ്കടകരമായിട്ട് തന്നെ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ വളരെ കൃത്യമായിട്ട് ബൈബിളിന്റെ വിവിധ വശങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ബൈബിളിനെ കുറിച്ചുള്ള അതിപ്രധാനമായ വസ്തുത, ബൈബിൾ തികച്ചും ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബൈബിൾ അശാസ്ത്രീയമല്ല എന്നാണ് അർത്ഥം. കഴിഞ്ഞ കാലത്ത് ബൈബിളിനെതിരെ ഒട്ടനവധി നിരൂപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ നിരൂപണങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുകയാണ് കാലം കണ്ട കരുത്തേറിയ ഈ ആത്മീയ ഗ്രന്ഥം. ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകൾ അതിനെതിരെ ഉയർത്തിയ വാദങ്ങൾ ബൈബിൾ അശാസ്ത്രീയമാണെന്നായിരുന്നു. എന്നാൽ ഇന്ന് ധൈര്യത്തോടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണ്. അതിനുപകരമായ 2 ന്യായങ്ങൾ പറയട്ടെ. ഒന്ന്, നാം അധിവസിക്കുന്ന ഈ ഭൂമി എന്ന ഗോളം നിലനിൽക്കുന്നത് 4 ആണികളുടെ മുകളിലാണെന്ന് പൗരാണിക കാലം മുതൽ വിശ്വസിച്ചിരുന്നു. ഇന്ത്യയിലെ വാൽമീകി രാമായണത്തിലും ഗ്രീക്കരുടെ പുരാണങ്ങളിലും അങ്ങനെ വിവക്ഷിച്ചിരുന്നു. ഭൂമിയെ ചുമക്കുന്ന ഈ ഗതങ്ങളെ ദിഗ്ഗതങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്നേക്ക് ഏകദേശം 4000 ആണ്ടുകൾക്ക് മുമ്പായി ജീവിച്ചിരുന്ന കിഴക്ക് ദേശക്കാരനായിരുന്ന ഇയ്യോബ് താൻ എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ പറയുകയുണ്ടായി: ഉത്തര ദിക്കുകളെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. നാം അറിയുന്നത് പോലെ ഈ ബൈബിൾ പ്രഖ്യാപനം തികച്ചും ശാസ്ത്രീയമാണ്. ഭൂമിയെ ദൈവം നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു. ഈ പരമ യാഥാർത്ഥ്യം ശാസ്ത്രീയമായ ലോകം അംഗീകരിച്ചിരിക്കുമ്പോൾ 4000 ആണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു ശാസ്ത്രീയ സത്യത്തെ ബൈബിളിൽ ഇങ്ങനെ എഴുതുവാൻ ഇടയായത് ഈ ഗ്രന്ഥം ദൈവനിശ്വാസ്യമായതിനാലാണെന്ന് തൊഴുകയോടുകൂടെ നാം അംഗീകരിച്ചേ പറ്റൂ. ദൈവ വചനമായ വിശുദ്ധ ബൈബിളിന് തെറ്റുപറ്റിയിട്ടില്ല എന്നതിന് ഇതിനേക്കാൾ മറ്റൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ ഒരു വസ്തുതയും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അത് ഭൂമിയുടെ ആകൃതി സംബന്ധിച്ചുള്ള മറ്റൊരു വസ്തുതയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഭൂമി തളിക പോലെ പരന്നതാണെന്ന് ആദ്യ കാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചിരുന്നത്. പ്രാചീന കാല മനുഷ്യരുടെ ചിന്താഗതി അങ്ങനെയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ബൈബിൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഭൂമി പരന്നതല്ല, മറിച്ച് ഗോളാകൃതിയാണെന്ന്. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഭൂമി വൃത്താകാരമാകുന്നു. BC 1000 ആണ്ടിൽ ജീവിച്ചിരുന്ന ഇസ്രായേലിന്റെ പ്രഗത്ഭനായിരുന്ന സോളമൻ ചക്രവർത്തി എഴുതിയത് നീ ഭൂമിക്ക് വൃത്താകാരം വരച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഭൂമി വൃത്താകൃതി പൂണ്ടതാണ്. ഈ വാക്കുകൾ ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. കേവലം പന്ത് പോലെ ഉരുണ്ടതല്ല, മറിച്ച് മണ്ഡലാകൃതിയാണ്. BC 750 ജീവിച്ചിരുന്ന ഇയ്യോബ് 40-ന്റെ 22 അവൻ ഭൂമണ്ഡലത്തിന്
സൂര്യന് മീതെ അധിവസിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളിന്റെ പ്രഖ്യാപനങ്ങൾ പ്രധാനമായ മറ്റൊരു കാര്യം സൂര്യചന്ദ്രാദികളെ കുറിച്ചുള്ളതാണ്. പ്രാചീന ലോകത്തിൽ ജനങ്ങൾ ധരിച്ചു വെച്ചിരുന്നത് സൂര്യചന്ദ്രന്മാർ ദേവീ ദേവന്മാർ എന്നായിരുന്നു. പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെയെല്ലാം ദൈവങ്ങളായി ആരാധിച്ചിരുന്ന പഴയ കാലത്ത് അവർ സൂര്യചന്ദ്രന്മാരെ അങ്ങനെ ധരിച്ച് ആരാധിച്ചിരിക്കുകയായിരുന്നു. ഇന്നും സൂര്യ നമസ്കാരവും ചന്ദ്രന്റെ ഗതി നോക്കി നോമ്പ് നോക്കലും നോമ്പ് തുറക്കലും പല മതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ചിലരുടെ മതചിഹ്നങ്ങൾ പോലും ഈ അത്യാധുനിക കാലത്തെ പോസ്റ്റ് മോഡേൺ യുഗത്തിലും ചന്ദ്രകലയാണെന്നത് വിസ്മരിക്കരുത്. എന്നത് മാത്രമല്ല, അത്തരക്കാർ ഇപ്പോഴും ഗോത്ര സംസ്കാരത്തിന്റെ മടിത്തട്ടിൽ താരാട്ട് കേട്ടുറങ്ങുന്നവരാണ്. ഇങ്ങനെ സൂര്യചന്ദ്രാദികളെ ആരാധിക്കുവാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ പ്രഭാതമാകുകയും മനുഷ്യ സമൂഹവും നിദ്ര വിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. സന്ധ്യ വരെ അവർ അധ്വാനിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ മനുഷ്യർ നിദ്രയിലേക്ക് ആണ്ടുപോകുന്നു. ഉണർത്തുകയും വെളിച്ചം തരികയും ചെയ്യുന്ന പ്രക്രിയ നടത്തുന്ന സൂര്യനെ അവർ ദേവനായി കരുതി. അത് മാത്രമല്ല, രാത്രികാലങ്ങളിൽ പ്രകാശം പരത്തുകയും അവർക്ക് ആവശ്യമായ വെളിച്ചം നൽകുകയും ചെയ്ത ചന്ദ്രനെയും അവർ ദൈവങ്ങളായി തന്നെ കരുതി. അവർക്കെല്ലാം തന്നെ മന്ത്രതന്ത്രങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചു പോന്ന ഒരു കാലമുണ്ടായിരുന്നത് പോലെ ഇന്നും പല മതവിശ്വാസികളും അത് തുടർന്നു പോരുന്നു. ഈ സൂര്യചന്ദ്രാദികൾ ദൈവങ്ങളല്ല, അവ ആരാധ്യ വസ്തുക്കളല്ല എന്ന് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്വാർത്ത വാഹകരെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പീഡിപ്പിക്കുന്നു എന്ന വസ്തുതയും നാം മറച്ചു വെച്ചുകൂടാ. അതുകൊണ്ടാണ് ഞാൻ മണിപ്പൂരിന്റെ ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. എന്നാൽ ഈ സത്യങ്ങളെ ബൈബിളിന്റെ അകത്തളങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈബിൾ പ്രഖ്യാപിക്കുന്നു സൂര്യചന്ദ്ര നക്ഷത്രാദികൾ സൃഷ്ടഗോളങ്ങളാണ്. 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി ആളയച്ചപ്പോൾ അന്ധവിശ്വാസത്തിലെ ഒരു ദൈവത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. A.T. കോവൂർ ആ ഒരു പുസ്തകം ആ വിധത്തിൽ എഴുതി, ദൈവത്തിന്റെ മരണം. പക്ഷേ ക്രിസ്തു ഭക്തർ അത് തിരുത്തി എഴുതി. ദൈവത്തിന്റെ മരണമല്ല, അന്ധവിശ്വാസത്തിലെ ദൈവത്തിന് സംഭവിച്ച മരണമാണ്. ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവത്തിന് അതുമൂലം ഹാനി സംഭവിക്കുകയില്ല. നമ്മുടെ ദൈവം നിതാന്ത നിത്യനാണ്, അനന്ത സത്തയാണ്, സനാതന പൊരുളാണ്. അവിടുത്തെ സൃഷ്ടപ്രപഞ്ചത്തിലെ കാണപ്പെടുന്ന സൃഷ്ടഗോളങ്ങൾ മാത്രമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ. അതൊന്നും ദേവന്മാരിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല, ബൈബിൾ ശാസ്ത്രീയമാണെന്നതിന് ഇതുപോലെ എത്രയോ തെളിവുകൾ നിരത്തിവെക്കുവാൻ നമുക്ക് സാധിക്കും. അത് വിസ്താര ഭയത്താൽ ഞാൻ വിട്ടുകളയുകയാണ്. 1935 അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഹാരി M.R. 27 രാജ്യങ്ങളിൽ ഒരു വിളംബരം ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അശാസ്ത്രീയമെന്ന് തെളിയിക്കുന്ന ആർക്കും $1000 ഇനാം നൽകുമെന്ന് 1935 ഹാരി M.R. പ്രഖ്യാപിച്ച $1000 ഇവിടെയുള്ള നാസ്തിക ആചാര്യന്മാരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശ്വാസ സംഹിത, പവിത്ര സംഹിതയായ വിശുദ്ധ ബൈബിൾ ഇന്നും അതിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ബൈബിളിനെ സംബന്ധിച്ച് ഇത് ശാസ്ത്രീയമാണെന്ന് അഭിമാനം കൊള്ളുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബൈബിളിനെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. ബൈബിളിലെ വസ്തുതകളെല്ലാം തന്നെ സത്യസന്ധവും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടുന്നതും നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തിനും നമ്മുടെ വിശുദ്ധിയുടെ ജീവിതത്തിനും നിത്യമായിട്ടുള്ള ഒന്നാണെന്നുള്ള ആ വസ്തുത അംഗീകരിച്ച് അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ആ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാക്കി മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.